ഇരുട്ടറയിലെ ലഹരിക്കടത്തിൽ പണി വരുന്നുണ്ട്. ഡാർക്ക് നെറ്റ് വഴി ലഹരിക്കച്ചവടത്തിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടി അവസാന ഘട്ടത്തിൽ. 3 കോടി രൂപയിലേറെ വരുന്ന സ്വത്തുക്കളുടെ പട്ടിക NCB തയ്യാറാക്കി. കേസിൽ അറസ്റ്റിലായ എല്ലാ പ്രതികളുടെയും സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചു. ലാൽകൃഷ്ണ കൊച്ചിൻ ജയിലിൽ ഇന്റർനെറ്റിന്റെ ഇരുട്ടുമുറി അത് മറയാക്കി നടത്തിയ കോടികളുടെ ലഹരിക്കച്ചവടമാണ്. 10 കോടി രൂപ എഡിസൺ മാത്രം സമ്പാദിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ ലഹരിക്കടത്തിലൂടെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം അത് സർക്കാർ തിരിച്ചു പിടിക്കും, അല്ലേ? ുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് 3 പേരുടെയുമായ സ്വത്തുക്കളിൽ നിന്ന് 3 കോടി രൂപയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏതെല്ലാം സ്വത്തുക്കളാണ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ലഹരി വിൽപ്പനയിൽ നിന്നുണ്ടായ സാമ്പത്തിക ലാഭം കൊണ്ട്, സാമ്പത്തിക നേട്ടം കൊണ്ട് അവർ സമ്പാദിച്ചത് എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ 1 കോടി രൂപയുടെ സ്വത്തുക്കൾ എഡിസന്റെ മാത്രം കണ്ടുകിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെയാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന സ്വത്തുക്കൾ. അതിനകത്ത് അയാൾ താമസിക്കുന്ന വീട്, വീടിന് മുന്നിലുള്ള കെട്ടിടങ്ങൾ, ആഡംബര വാഹനം, വീട്ടിലെ സൗകര്യങ്ങൾ, അതായത് സ്ഥാപന ജംഗമ വസ്തുക്കൾ അടക്കമുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഇതിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്തണം. വീട് റെയ്ഡ് ചെയ്ത സമയത്ത് പോലും ഇയാളുടെ പക്കൽ നിന്ന് 1 കോടി രൂപ വിലമതിക്കുന്ന ബിറ്റ്കോയിന്റെ ഡോക്യുമെന്റ്സ് അടക്കം കണ്ടെത്തിയിരുന്നു. അവയും നിലവിൽ കണ്ടുകെട്ടിയവയിൽ പെടുന്നുണ്ട്. ഇതിന് പുറമെയാണ് നമ്മൾ പറഞ്ഞ 3 കോടി രൂപയുള്ളത്. ഈ 3 കോടി രൂപയും വക തിരിച്ചതിന് ശേഷമായിരിക്കും അതിൽ ഏതൊക്കെ സ്വത്തുവകകൾ കെട്ടണം എന്ന കാര്യം തീരുമാനിക്കുക. മാത്രമല്ല, ഈ സമ്പത്തിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇയാളുടെ പക്കൽ നിന്ന് ഇയാളുടെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് ഈ രാജ്യത്ത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ LSDയുടെ ഒരു വേട്ടയും നടന്നത്. അത്രയും LSD അയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത് അടക്കമുള്ള കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മറ്റേതെങ്കിലും സ്ഥലത്ത്, മറ്റേതെങ്കിലും ഇടങ്ങളിൽ സ്വത്തുവകകൾ ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കും. ഇതിനുശേഷമായിരിക്കും 3 പേരുടെയും വ്യക്തിഗത സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് അതിൽ ഈ പണസമ്പാദനം നടത്തിയത് ലഹരി വിൽപ്പനയിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുന്നവ പൂർണ്ണമായും കണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുക. എന്തായാലും നാടിനെ നശിപ്പിക്കുന്ന നെക്സസിനോട് ചേർന്നുണ്ടാക്കി അനർഹമായി സമ്പാദിച്ച പണമൊക്കെ ഇതാ ഇങ്ങനെ അങ്ങ് പോകും. എന്തായാലും കണ്ടുകെട്ടാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നോടിയായി സ്വത്തുക്കൾ ചിട്ടപ്പെടുത്തുന്ന നടപടിയിലാണ് ഇപ്പോൾ NCB ഉള്ളത്. ലാൽകൃഷ്ണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.